എൻ പ്രശാന്ത് IAS വാദങ്ങളിൽ കഴമ്പില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്ന സൂചന. ഹിയറിംഗ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉന്നത ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയതൊക്കെ മുഖ്യമന്ത്രിയുടെയും മുന്നിലുള്ള പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഈ ഹിയറിംഗിന് ശേഷം എൻ പ്രശാന്തിനെതിരെയുള്ള ഒരു റിപ്പോർട്ടായി തന്നെ തയ്യാറാക്കി നൽകാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? സുജയ, അങ്ങനെ തന്നെ കരുതണം. ഇന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ ദിവസമുണ്ടായ ഹിയറിംഗിലെ കാര്യങ്ങൾ കൂടി പരിശോധിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കാസർഗോഡാണുള്ളത്. അവിടെ വച്ചായിരിക്കും റിപ്പോർട്ട് നൽകുക. ഹിയറിംഗിൽ പ്രശാന്ത് ഉന്നയിച്ച കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ നിജസ്ഥിതി കൂടി രേഖപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകുക. അതിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ A. ജയകുമാറിനും ഗോപാലകൃഷ്ണനുമെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ, അതിൻ്റെ ചില ഡോക്യുമെൻസുകൾ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. മുമ്പ് നൽകിയ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, അതിൻ്റെ ഒരു വിശദീകരണം കഴിഞ്ഞ ഹിയറിംഗിൽ നൽകിയിരുന്നു. അതിൽ ജയകുമാർ ഓഫീസിൽ സ്ഥിരമായി വരാത്ത ആളാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രം ഓഫീസിലെത്തുന്ന ആളാണ് എന്നതടക്കമുള്ള രേഖകളും മറ്റുമുണ്ടായിരുന്നു. അതിലൊന്നും വലിയ കഴമ്പില്ല. പ്രശാന്ത് പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നതാണ് റിപ്പോർട്ടിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശം നടത്തുന്നത് ചട്ടപ്രകാരം തന്നെയാണ്, അതിൽ തെറ്റില്ല എന്നതായിരുന്നു പ്രശാന്ത് ഹിയറിംഗിനിടെ പറഞ്ഞ വാദം. പക്ഷേ അത് തെറ്റാണ് എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മുഖ്യമന്ത്രിയാണ് അതിനകത്തൊരു തീരുമാനമെടുക്കുക. രണ്ട് തീരുമാനങ്ങളാണ് എടുക്കേണ്ടി വരിക. ഒന്ന്, നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന പ്രശാന്തിൻ്റെ സസ്പെൻഷൻ കാലാവധി അവസാനിപ്പിച്ച് സർവീസിൽ തിരികെ കയറ്റാനുള്ള നടപടിക്രമങ്ങൾ എടുക്കുക. അതല്ല, ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് എതിരാണെങ്കിൽ ആ റിപ്പോർട്ട് വെച്ച് സസ്പെൻഷൻ കാലാവധി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉള്ള ഒരു വഴി. ഇതിലേത് വഴിയാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്.